സഹോദരരെ, ലോഗസ് ക്വിസ് 2024 പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. സ്പിരിച്വൽ ട്യൂബിൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഉത്തരം: ദബോറയുടെ കീർത്തനം. 2. ദബോറയുടെ കൂടെ കീർത്തനം പാടിയത് ആരാണ്? ഉത്തരം: ബാറക്ക്. 3. ബാറക്ക് ആരുടെ പുത്രനാണ്? ഉത്തരം: അബിനോവാമിൻ്റെ. 4. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും അവർ എന്തു ചെയ്യണമെന്നാണ് 5:2 പറയുന്നത്? ഉത്തരം: കർത്താവിനെ വാഴ്ത്തണം. 5. ദബോറയുടെ കീർത്തനം ആരാണ് കേൾക്കേണ്ടത്, ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഉത്തരം: രാജാക്കന്മാരും പ്രഭുക്കന്മാരും. 6. കർത്താവ് സെയറിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും ഏദോം ദേശത്തു നിന്ന് മുൻപോട്ടു നീങ്ങിയപ്പോഴും എന്തുണ്ടായി? ഉത്തരം: ഭൂമി കുലുങ്ങി. 7. കർത്താവ് പുറപ്പെട്ടപ്പോൾ ജലം വർഷിച്ചത് ആരാണ്? ഉത്തരം: ആകാശമേഘങ്ങൾ. 8. കർത്താവ് പുറപ്പെട്ടപ്പോൾ കർത്തൃസന്നിധിയിൽ വിറവുണ്ടു. 5 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: പർവ്വതങ്ങൾ. 9. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കുലുങ്ങിയതാരാണ്? ഉത്തരം: സീനായ് മല. 10. ശങ്കാറിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം: അനാത്തീം. 11. അനാത്തീമിൻ്റെ മകൻ ശങ്കാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും ആരുടെ പോക്ക് നിലച്ചു? ഉത്തരം: സഞ്ചാരികളുടെ. 12. യാത്രക്കാർ ഊടുവഴികൾ തേടിയത് ആരുടെ കാലത്താണ്? ഉത്തരം: ശങ്കാറിൻ്റെയും ജായേലിൻ്റെയും കാലത്ത്. 13. എന്നുവരെയാണ് ഇസ്രായേലിൽ കൃഷിവലർ അറ്റുപോയിരുന്നത്? ഉത്തരം: ദബോറ മാതാവായി തീരും വരെ. 14. പുതുദേവന്മാരെ പുണർന്നപ്പോൾ കവാടങ്ങളിലെത്തി. 5:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: യുദ്ധം. 15. യുദ്ധം കവാടങ്ങളിലെത്തിയപ്പോൾ ഇസ്രായേലിലെ എത്ര കുന്തങ്ങളും പരിചകളുമാണ് കാണാനില്ലാതായിത്തീർന്നത്? ഉത്തരം: 40,000-നിടയിൽ. 16. തങ്ങളെ തന്നെ സസന്തോഷം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതാരാണ്? ഉത്തരം: ഇസ്രായേലിലെ സേനാപതികൾ. 17. 5:10 പ്രകാരം ആരൊക്കെയാണ് ഈ കാര്യങ്ങൾ ഉദ്ഘോഷിക്കേണ്ടത്? ഉത്തരം: 1. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവർ. 2. മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവർ. 3. പാതകളിൽ നടന്നു നീങ്ങുന്നവർ. 18. എന്തോട് ചേർന്നാണ് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നത്? ഉത്തരം: തേക്കുപാട്ടോട് ചേർത്ത്. 19. 5:11 കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നതായി പറയുന്നു. എന്താണ് കർത്താവിൻ്റെ വിജയം? ഉത്തരം: കൃഷിവലന്മാരുടെ വിജയം. 20. കർത്താവിൻ്റെ ജനം എങ്ങോട്ടാണ് അണിയണിയായി നീങ്ങിയത്? ഉത്തരം: പട്ടണവാതിൽക്കലേക്ക്. 21. ദബോറ എന്തിനാണ് ഉണരേണ്ടത്? ഉത്തരം: ഗാനമാലപിക്കാൻ. 22. തടവുകാരെ നയിക്കുവാനുള്ള ചുമതല ആർക്കാണ് നൽകപ്പെട്ടത്? ഉത്തരം: ബാറക്കിന്. 23. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് എങ്ങനെയാണ് ഇറങ്ങിയത്? ഉത്തരം: അണിയണിയായി. 24. കർത്താവിൻ്റെ ജനം ഡാഷിനെതിരെ അണിയണിയായി ഇറങ്ങി വന്നു. 5:13 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ശക്തന്മാർക്കെതിരെ. 25. ബെഞ്ചമിനെയും അവൻ്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എവിടെ നിന്നാണ് താഴ്വരയിലേക്ക് പുറപ്പെട്ടത്? ഉത്തരം: എഫ്രായിമിൽ നിന്ന്. 26. സേനാപതികൾ എവിടെ നിന്നാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത്? ഉത്തരം: മാക്കീറിൽ നിന്ന്. 27. സൈന്യാധിപൻ്റെ ദണ്ഡു വഹിച്ചവർ എവിടെ നിന്നാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത്? ഉത്തരം: സെബുലൂണിൽ നിന്ന്. 28. ഇസ്സാക്കറിൻ്റെ പ്രഭുക്കന്മാർ
ആരോടുകൂടിയാണ് വന്നത്? ഉത്തരം ദബോറയോടുകൂടെ. 29. ഇസ്സാക്കർ ആരോട് വിശ്വസ്തനായിരുന്നു? ഉത്തരം ബാറക്കിനോട്. 30. അവൻ്റെ കാലടികളെ പിന്തുടർന്ന് അവർ എങ്ങോട്ടാണ് ഇരമ്പിപ്പാഞ്ഞത്? ഉത്തരം താഴ്വരയിലേക്ക്. 31. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഡാഷ് പരിശോധന നടന്നു. 5:15 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഹൃദയപരിശോധന. 32. എവിടെ നിന്നാണ് കുഴൽവിളി ഉയർന്നത്? ഉത്തരം ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ. 33. ഗിലിയാദ് എവിടെയാണ് തങ്ങിയത്? ഉത്തരം ജോർദാൻ അപ്പുറം. 34. കപ്പലുകളോടൊപ്പം വസിച്ചത് ആരാണ്? ഉത്തരം ദാൻ. 35. കടൽ തീരത്ത് നിശ്ചലനായിരുന്ന് തുറമുഖങ്ങളിൽ താമസമർപ്പിച്ചത് ആരാണ്? ഉത്തരം ആഷേർ. 36. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം ആരാണ്? ഉത്തരം സെബുലൂൺ. 37. നഫ്താലി എവിടെ വെച്ചാണ് മരണം വരിച്ചത്? ഉത്തരം യുദ്ധക്കളത്തിൽ. 38. താനാക്കിൽ മെഗിദോ ജലാശയത്തിനരികെ ഏത് രാജാക്കന്മാരാണ് പ്രത്യാക്രമണം നടത്തിയത്? ഉത്തരം കാനാൻ രാജാക്കന്മാർ. 39. അവർക്ക് കൊള്ളയടിക്കാൻ ഡാഷ് കിട്ടിയില്ല. 5:19 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വെള്ളി. 40. ആകാശത്തിൽ യുദ്ധം ചെയ്തത് ആരാണ്? ഉത്തരം നക്ഷത്രങ്ങൾ. 41. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ ആർക്കെതിരായിട്ടാണ് പൊരുതിയത്? ഉത്തരം സിസേറയ്ക്കെതിരെ. 42. ഏത് പ്രവാഹമാണ് അവരെ ഒഴുക്കിക്കളഞ്ഞത്? ഉത്തരം കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. 43. 5:21, 22 പ്രകാരം ആത്മാവ് കുതിച്ചു മുന്നേറിയത് എന്തിൻ്റെ പുറത്താണ്? ഉത്തരം കുതിരയുടെ പുറത്ത്. 44. ആരെ കഠിനമായി ശപിക്കാനാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം മെറൂസിലെ നിവാസികളെ. 45. എന്തുകൊണ്ടാണ് മെറൂസിലെ നിവാസികളെ ശപിക്കാൻ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല. 46. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ ഡാഷ് അണിനിരന്നില്ല. 5:23 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അവർ, അതായത് മെറൂസിലെ നിവാസികൾ. 47. ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ? ഉത്തരം ഹേബേറിൻ്റെ ഭാര്യ ജായേൽ. 48. അവൻ വെള്ളം ചോദിച്ചു, അവൾ എന്തു കൊടുത്തു? ഉത്തരം പാൽ. 49. രാജകീയ താലത്തിൽ എന്താണ് കൊണ്ടുവന്നത്? ഉത്തരം കട്ടത്തൈര്. 50. അവൾ കൂടാരത്തിൻ്റെ ഡാഷ് കയ്യിലെടുത്തു, വലതു കൈയിൽ വേലക്കാരുടെ ഡാഷും. 5:26 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മരയാണി, ചുറ്റിക. 51. അവൾ ഡാഷിനെ ആഞ്ഞടിച്ചു, അവൻ്റെ തല തകർത്തു. അവൾ അവൻ്റെ ഡാഷ് കുത്തിത്തുളച്ചു. 5:26 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സിസേറയെ, ചെന്നി. 52. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. ആരുടെ കാൽക്കൽ? ആര്? ഉത്തരം ജായേലിൻ്റെ, സിസേറ. 53. ആരാണ് കിളിവാതിലൂടെ എത്തിനോക്കിയത്? ഉത്തരം സിസേറയുടെ അമ്മ. 54. സിസേറയുടെ അമ്മ കിളിവാതിലൂടെ എത്തിനോക്കി ആദ്യം വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം അവൻ്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്? 55. അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറയേണ്ടതിന് പകരം ആരാണ് ഉത്തരം പറഞ്ഞത്? ഉത്തരം അവൾ തന്നെത്താൻ. 56. ഓരോരുത്തരും എത്ര കന്യകമാരെ വീതമാണ് പങ്കുവെച്ചത്? ഉത്തരം 1 2. 57. നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ ആർക്കാണ് നൽകിയത്? ഉത്തരം സിസേറയ്ക്ക്. 58. തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത
2 വസ്ത്രങ്ങൾ ആർക്കാണ്? ഉത്തരം സിസറയുടെ അമ്മയ്ക്ക്. 59. നിന്റെ ശത്രുക്കൾ അങ്ങനെ ഡാഷ്, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഡാഷിനെ പോലെ ആകട്ടെ. പൂരിപ്പിക്കുക. നശിക്കുന്നു ഉദയസൂര്യനെ. 60. ന്യായാധിപന്മാർ 5:31 പ്രകാരം എത്ര വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു? ഉത്തരം 40 വർഷം.